മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനായി ഒന്നാമത്തെ കാര്യം താല്പര്യത്തോടെ പഠിക്കുക എന്നതാണ്. അപ്പോൾ ഒരു വിഷയം എത്ര തന്നെ പ്രയാസമായാലും നമുക്ക് പഠിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം പഠനത്തിന് സ്വന്തമായ ഒരു സ്റ്റൈൽ കണ്ടെത്തുക എന്നതാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്, അല്ലേ? ചിലർക്ക് കേട്ടു പഠിക്കുന്നതായിരിക്കും ഫലപ്രദം, എന്നാൽ ചിലർക്ക് കമ്പൈൻ സ്റ്റഡി നടത്തുന്നതായിരിക്കും ഗുണം ചെയ്യുക. മറ്റു ചിലർക്കാകട്ടെ കണ്ടു പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതുമായിരിക്കും ഗുണം ചെയ്യുക. ഇനി വേറെ ചിലർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ മോസ്റ്റ് എഫക്റ്റീവായി തോന്നുന്നത് ആ വഴി നിങ്ങളുടെ പഠനത്തിനായി തിരഞ്ഞെടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, പഠനം എളുപ്പമാവണമെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക് പഠിച്ച ശേഷം ഒരു ചെറിയ ഇടവേള നൽകുക. ഉദാഹരണത്തിന് നമ്മൾ അരമണിക്കൂർ പഠിച്ചിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മറ്റെന്തെങ്കിലും ചെയ്യുക. കളിക്കുകയോ പാട്ടുപാടുകയോ അമ്മയെ അടുക്കളയിൽ സഹായിക്കുകയോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മനസ്സിനെ ഫ്രഷ് ആക്കാനും വീണ്ടും പഠിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും. ഈ ടെക്നിക് അറിയപ്പെടുന്നത് പൊമഡോറോ ടെക്നിക് എന്നാണ്. ഇനി നാലാമത്തെ കാര്യം, പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠനത്തെ ബാധിക്കുന്ന എന്തു തന്നെ ആയാലും അത് പഠന സമയത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പഠനത്തിനായി ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുകയാണ് നമുക്ക് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം. ഇനി മറ്റൊരു കാര്യം, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകുക. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വിഷയങ്ങൾ അവസാനം പഠിക്കുക. മിക്കവാറും എല്ലാവർക്കും മാത്തമാറ്റിക്സോ ഇംഗ്ലീഷോ ഒക്കെ ആയിരിക്കും പ്രയാസമായുള്ളത്, അല്ലേ? നമുക്കെല്ലാം പൊതുവെയുള്ളൊരു സ്വഭാവം പാടുള്ള വിഷയങ്ങളെ സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇനി മുതൽ ഇങ്ങനെ പാടില്ല. നമുക്ക് പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. മറ്റൊന്ന്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതായിരിക്കും ഇതെല്ലാം. ആർട്ടിക്കിൾ 315 PSC. ഒരു പക്ഷേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് എങ്ങനെ ഇതിനെ നമ്മുടെ ജീവിത സന്ദർഭവുമായി കണക്ട് ചെയ്ത് പഠിക്കാം? PSC പരീക്ഷ എഴുതുന്നവരാണല്ലോ എല്ലാവരും. PSC പരീക്ഷ അവസാനിക്കുന്നത് എപ്പോഴാണ്? 3:15, അല്ലെ? ഇവിടെ 3:15 എന്ന സമയത്തെ നമുക്ക് ആർട്ടിക്കിൾ 315മായി കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരിക്കലും ഇതിന്റെ ഉത്തരം മറക്കില്ല. ആർട്ടിക്കിൾ 315 PSCയുമായി ബന്ധപ്പെട്ടത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ആവർത്തിക്കുക. ആവർത്തനത്തിന് പഠനത്തിൽ വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ കുറിച്ചിടുക. നമ്മൾ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് പഠിക്കുന്നതെങ്കിൽ ശനിയാഴ്ച ഇതെല്ലാം റിവൈസ് ചെയ്യാനുള്ള ഒരു ദിവസമായി തിരഞ്ഞെടുക്കുക. ഓരോ ആഴ്ചയും ഇത് ആവർത്തിക്കുക. അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 ദിവസം പഠിച്ചത് ആവർത്തിക്കുന്നതിനായി മാറ്റിവെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം പഠിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പഠിക്കാൻ ചെന്നിരുന്നാൽ നമുക്ക് പഠനം വളരെ ബോറായി തോന്നും. അതിനാലാണ് ആദ്യമേ പറഞ്ഞത് സ്വയം പഠിക്കാനുള്ള ഒരു താല്പര്യം ക്രിയേറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള സമയമായിരിക്കണം നമ്മൾ ഓരോരുത്തരും പഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചിലർക്ക് രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് അതിരാവിലെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്തു തന്നെ ആയാലും പഠനത്തോടൊപ്പം നന്നായി ഉറങ്ങുകയും വേണം. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ.